ബിജെപിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രിയും അമേഠി എംപിയുമായ സ്മൃതി ഇറാനിയോടൊപ്പം രാവിലെ 9 മണിക്ക് കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തിയ ശേഷമാണ് സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി അർജുൻ PS ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുത്തനായ സ്ഥാനാർത്ഥി, BJP നേതൃത്വത്തിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാനാർത്ഥി, ഒപ്പം കഴിഞ്ഞ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വോട്ട് ശതമാനം ഉയർത്തുവാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി കൂടെയാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഒപ്പം ആവേശത്തിലാഴ്ത്തുവാൻ വേണ്ടി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും എത്തുന്നു. രജനി, ഗുഡ് മോർണിംഗ്. രജനി പറഞ്ഞ പോലെ തന്നെ വലിയ ആവേശത്തിലാണ് വയനാട്ടിലെ BJPയുടെ അണികളുള്ളത്. അതായത് ഇത്തരത്തിൽ സ്മൃതി ഇറാനി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ച സ്മൃതി ഇറാനി വരുന്നു. അവർ തന്നെ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തുന്നതിൽ വലിയ സന്തോഷത്തിലാണ് ജനങ്ങളുള്ളത്. അത്തരത്തിൽ ഇന്ന് രാവിലെ 8:30 ഈ ഹെലികോപ്റ്റർ മാർഗം SKMJ ഗ്രൗണ്ടിൽ സ്മൃതി ഇറാനി എത്തുക. അതിനുശേഷം 9 മണിയോടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇത് ആരംഭിക്കും. അതായത് റോഡ് ഷോ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് വരണാധികാരിയുടെ അടുത്തെത്തി പത്രിക സമർപ്പിക്കുക. ഇതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് ജനങ്ങളുള്ളത്. NDA ക്യാമ്പൊക്കെ ഉണർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയിലാണ്. അത്തരത്തിലുള്ള വലിയ ആഘോഷ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആളുകൾ, ഏകദേശം 5000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിലധികവും ആളുകൾ വരാമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഇവിടെ BJP തങ്ങളുടെ കരുത്തു കാട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ എങ്ങനെയായാലും തന്നെയും വയനാട് പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹത്തെ തന്നെ, അതായത് സുരേന്ദ്രനെ തന്നെ ഇപ്പോൾ കളത്തിലിറക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ശക്തരായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തന്നെ ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നു. മാത്രമല്ല LDF ആനി രാജയെ കളത്തിലിറക്കിയിരിക്കുന്നു. അതിൽ പിന്നെയാണ് BJP അതിനൊത്ത പോരാളിയെ തന്നെ, കരുത്തുറ്റ പോരാളിയെ തന്നെ ഇവിടെ ഈ കളത്തിലിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ പ്രധാന പ്രശ്നങ്ങൾ, അതായത് വന്യമൃഗശല്യമടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഇത്തവണ പ്രചാരണത്തിനിറങ്ങുക, NDA ഇത്തവണ പ്രചാരണത്തിനിറങ്ങുക. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, രാത്രിയാത്രാ നിരോധനമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PFIയുടെ പരസ്യ പിന്തുണ, പോപ്പുലർ ഫ്രണ്ടിന്റെ പരസ്യ പിന്തുണ കോൺഗ്രസിന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രചരണ ആയുധമാക്കിയാണ് BJP ഇപ്പോൾ തങ്ങളുടെ പ്രചരണം തുടരുന്നത്. അത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ തന്നെ കളത്തിലിറക്കി, സ്മൃതി ഇറാനിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് രാഹുലിന്റെ തട്ടകത്തിൽ അത്തരത്തിൽ രാഹുലും സുരേന്ദ്രനും തമ്മിലുള്ള പോരാട്ടമാണ് ഇതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. CPM-ന് ഇവിടെ സ്ഥാനമില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കാണ് ഇവിടെ കോപ്പുകൂട്ടുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് BJPയുടെ NDA കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ്. ഈ വഴിയിലൂടെയാണ് സ്മൃതി ഇറാനി കടന്നു വരിക. അതായത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ പഴയ സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ കളക്ട്രേറ്റിലേക്കാണ് എത്തുക. കളക്ട്രേറ്റിൽ എത്തുന്നതിനിടെ അവിടെ എത്തുന്ന കളക്ട്രേറ്റ് വരണാധികാരിയായ കളക്ടറുടെ മുൻപിൽ പത്രിക സമർപ്പണമുണ്ടാകും. അതിനുശേഷം സ്മൃതി ഇറാനി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. അല്പസമയത്തിനകം 8 മണി കഴിയുന്നതോട് തന്നെ പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം ഈ റോഡൊക്കെ ഭാഗികമായി ഗതാഗത നിരോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ ഗതാഗതം നിരോധിച്ചുകൊണ്ട് സുഗമമാക്കിക്കൊണ്ട്, അതായത് ഈ പ്രചരണ ജാഥ സുഗമമാക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും. റോഡ് ഷോ, അതായത് വാഹനത്തിലായിരിക്കും, തുറന്ന വാഹനത്തിലായിരിക്കും ഇവർ വരിക എന്നുള്ളത് കൂടിയുണ്ട്. അതായത് സ്മൃതി ഇറാനിയും കെ സുരേന്ദ്രനും അടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കളടക്കം ആ വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ പരിപാടികളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്മൃതി ഇറാനി കൂടെ ഇന്ന് ഈ കെ സുരേന്ദ്രൻ ആവേശം പകരുവാൻ എത്തുമ്പോൾ നമുക്കറിയാം, അമേഠിയിൽ കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്ന അമേഠിയിലാണ് ഈ സ്മൃതി ഇറാനി ജയിച്ചു കയറിയത്. അതും ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടിയാണ് സ്മൃതി ജയിച്ചു കയറിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ശക്തനായ ഒരു സ്ഥാനാർത്ഥി
ഈ സുരേന്ദ്രനെ വയനാട്ടിൽ കളത്തിലിറങ്ങുന്ന സമയത്ത് തന്നെ അതിശക്തമായ ഒരു സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുലാണ്. ആ രാഹുലിനെ മലർത്തിയടിച്ച ഒരു നേതാവായിരുന്നു സ്മൃതി ഇറാനി. അപ്പോൾ അവൾ കൂടെ വരുന്ന സമയത്ത് ഈ വയനാട്ടിൽ ആവേശത്തിന് യാതൊരു കുറവും വരില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ ഇന്നലെ നടന്ന റോഡ് ഷോ ഒക്കെ തന്നെ വോട്ടായി മാറുമോ കോൺഗ്രസിന് എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു നേതാവാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന നേതാവാണ്. ഈ വന്യമൃഗ ആക്രമണം അടക്കം രൂക്ഷമായി നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. ആ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റണം. അതിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം, ശക്തനായ ഒരു നേതാവ് തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ വോട്ട് എങ്ങോട്ടേക്ക് മറിയും BJPക്ക് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വല്ലപ്പോഴും ഒരിക്കൽ വന്നു പോകുന്ന ഒരു നേതാവിനെ അല്ല വേണ്ട എന്നുള്ള കാര്യം പലയിടത്തു നിന്നും പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നതും. അതായത് പലതവണ, ആകെ 9 തവണ മാത്രമാണ് കഴിഞ്ഞ MP ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രോക്ഷാകുലരായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മളോട് തന്നെ അവർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാൻ തന്നെ നമ്മുടെ ഇവിടെ BJP നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി അഖിൽ പ്രേം നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ, ഏത് രീതിയിലായിരുന്നു? ഏകദേശം ഇന്ന് സുരേന്ദ്രൻജിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് കെട്ടിച്ച ശ്രീ സ്മൃതി ഇറാനിജി തന്നെയാണ് ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകരും NDA പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം, സ്മൃതിജി വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ആവേശം കൂടി എല്ലാ പ്രവർത്തകരിലും ഉണ്ട്. ഇത്തരത്തിലാണ് ആ പ്രവർത്തകരുടെ ഒക്കെ പ്രതികരണം. അതായത് വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണുള്ളത്. രജനി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം. അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതവണ ഇവിടെ പലതവണ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളോ MP എന്നുള്ള നിലയ്ക്ക് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ രാഹുലിനോ അല്ലെങ്കിൽ മറ്റുള്ള MPമാർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യമൃഗശല്യം ഒരു കാരണമാണ്. മാത്രമല്ല രാത്രി യാത്രാ നിരോധനം, രാത്രിയായി കഴിഞ്ഞാൽ കർണാടകയിലേക്കോ തമിഴ്നാട്ടിലേക്കോ പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. വയനാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനങ്ങളാണ്. ആ ഒരു സാഹചര്യവുമുണ്ട്. മാത്രമല്ല രാത്രി യാത്രാ നിരോധനത്തിന് അപ്പുറത്തേക്ക് തന്നെ ചുരം ഗതാഗതം, ഒരു ബദൽപാത എപ്പോഴുമുള്ള ഒരു ആവശ്യമാണ്. പക്ഷേ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഒരു റെയിൽ ഗതാഗതം എന്നുള്ളതും ആവശ്യമുള്ളതാണ്. അതും ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല അതിനപ്പുറത്തേക്ക് തന്നെ ഇവിടെ ഏറ്റവും വലിയ ആവശ്യമുള്ള ഒന്നാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയിലെ പുരോഗതി ഇതുവരെയുമായിട്ടില്ല. ആസ്പിരേഷൻ ജില്ലയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാമെന്നും അത്തരത്തിൽ ആ ഒരു പദ്ധതിയിലേക്ക് തങ്ങൾ മറ്റേ വയനാടിനെ എടുക്കാമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും അന്ന് അത് നിരസിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ PFIയുടെ ഒരു പരസ്യ പിന്തുണ ആ കോൺഗ്രസിന് പ്രഖ്യാപിച്ചിരുന്നു, SDPയുടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണകളൊക്കെ ആ കോൺഗ്രസിന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ K സുരേന്ദ്രൻ തന്നെ മത്സരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ സന്ദീപ് വാര്യർ ചേരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി, എങ്ങനെയുണ്ട് ഇന്ന് എന്തൊക്കെയാണ്? കുറച്ച് സമയത്തിനപ്പുറം സ്മൃതി ഇറാനിജി ഇവിടെ വന്നിറങ്ങും. അതിനുശേഷം ഇവിടുന്ന് റോഡ് ഷോ ആരംഭിക്കും. ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെല്ലാവരും എത്തിച്ചേരും. വലിയ ആവേശത്തോടു കൂടിയാണ് വയനാട്ടിലെ ജനത ഇന്നത്തെ ഈ റോഡ് ഷോയെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തെയും ഒക്കെ വരവേൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നടന്ന റോഡ് ഷോ, അതിൽ സ്വന്തം കൊടിയെടുക്കാൻ പോലും ഭയന്നുകൊണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇവിടെ റോഡ് ഷോ നടത്തിയത്. അപ്പോൾ BJP ഒരുക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തെ മറികടക്കാൻ വേണ്ടിയാണ് തങ്ങൾ കൊടി ഉപേക്ഷിച്ചത് എന്നാണ് പറയുന്നത്. BJP ഉയർത്തുന്ന രാഷ്ട്രീയ പ്രചരണത്തെ ഭയന്ന് സ്വന്തം കൊടി ഉപേക്ഷിച്ചവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയെ ഭയന്ന് ഈ മണ്ഡലം ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. PFIയുടെ പരസ്യ പിന്തുണയൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ പരസ്യമായി തന്നെ വാങ്ങാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കുകയാണ്. നേരത്തെ കർണാടകയിലും അവർ തമ്മിൽ സഖ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആ സഖ്യം രൂപപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ പുന്ന നൌഷാദിൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ്, കാസർകോട്ടെ ബാലകൃഷ്ണൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലും മൃഗീയമായി കൊല ചെയ്ത പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമുള്ള വെല്ലുവിളിയാണ്. കുന്തിരിക്കം വാങ്ങി കാത്തു സൂക്ഷിച്ചോളാൻ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ആവശ്യപ്പെട്ടത് ആരോടാണ്? പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് ഈ പ്രകടനവുമായി എത്തിയതാരാണ്? ജോസഫ് മാഷിന്റെ കൈവെട്ടിയതാരാണ്? നൂറായിരം തീവ്രവാദ കേസുകളിൽ, ആക്രമണ കേസുകളിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊല ചെയ്ത
ഭീകരവാദത്തിൻ്റെ പ്രയോക്താക്കളാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. ആ നിരോധിത ഭീകരവാദ സംഘടനയുടെ പിന്തുണ വാങ്ങാൻ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും തരം താഴാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തെളിയിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും പോപ്പുലർ ഫ്രണ്ട് നേതൃത്വവും തമ്മിലൊരു ഡീൽ നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനം മറികടക്കാനുള്ള ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ടാകും, കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടാകും എന്നുള്ള ഡീലാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണ് നമ്മൾ സൂചിപ്പിച്ചത്. PFIയുടെ ഒരു പരസ്യ പിന്തുണ അത് കോൺഗ്രസിന് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ആയുധമാക്കാൻ ശ്രമിക്കുകയാണ് BJP അല്ലെങ്കിൽ NDA ക്യാമ്പ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ തീർച്ചയായിട്ടും അർജുൻ, കാരണം വെറുപ്പിന്റെ ചന്തയിൽ ഈ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ രാഹുലിന്റെ ആ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ SDPAയുമായിട്ട് സഖ്യം ചേരുന്നതും, അതും 4 വോട്ടിനു വേണ്ടി. നേരത്തെ സന്ദീപ് വാര്യർ അടക്കം പറഞ്ഞതുപോലെ ഇങ്ങനെ തരംതാണ ഒരു രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസിന് നാണമാകുന്നില്ലേ എന്നുള്ളൊരു കാര്യമാണ് ലോകം ഒന്നടങ്കം ചോദിക്കുന്നതും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നതും. അർജുന് കേൾക്കാമെന്ന് കരുതുന്നു. എന്തായാലും അർജുൻ, എന്തായാലും ഇപ്പോൾ ഈ കോൺഗ്രസ് കളിക്കുന്ന ഒരു നാണം കെട്ട കളിയുണ്ട്, SDPAയുമായിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സഖ്യം ഉണ്ടാക്കുന്നത്, 4 വോട്ടിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മളോട് പ്രതികരിച്ചതുപോലെ തന്നെ ഇങ്ങനെ തരംതാണ് ഒരു രാഷ്ട്രീയം കളിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ. നേരത്തെ രാഹുൽ പലയിടങ്ങളിലും പല പ്രസംഗങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ ഈ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കും എന്നൊക്കെ പറഞ്ഞത് ഈ രീതിയിലാണോ? രജനി, തീർച്ചയായും അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു റോഡ് ഷോ നടന്നിരുന്നു. അത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു റോഡ് ഷോ നടന്നിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം ഇവിടെ പങ്കെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന കൊടികളൊന്നും കാണുന്നില്ലായിരുന്നു. അതായത് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടികൾ കാണുന്നില്ലായിരുന്നു. അതായത് ലീഗിന്റെ കൊടികൾ വേണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ആ ഒരു ലീഗിന്റെ കൊടി ഇവിടെ ഉയർത്തുകയാണെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ഒരു വോട്ട് വിള്ളൽ ഉണ്ടാക്കുമെന്നുള്ള ഒരു പേടി ആ കോൺഗ്രസിനുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഹിന്ദു വോട്ട് കിട്ടില്ല എന്നുള്ള ഒരു പേടി കോൺഗ്രസിനുണ്ടായിരുന്നു. അത്തരത്തിൽ ലീഗിന്റെ കൊടി വേണ്ട എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ലീഗിന്റെ കൊടി മാത്രം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലീഗുകാരിൽ അത് അതൃപ്തി ഉളവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് യാതൊരു കൊടിയും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ ഒരു തീരുമാനപ്രകാരം കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ അല്ലെങ്കിൽ മറ്റു ഘടക കക്ഷികളുടെ ആരുടെയും ആ കൊടികൾ ഉയർത്താതെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രകടനം നടത്തിയത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട് മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വയനാട്ടിൽ ഈ ഒരു പ്രകടനം നടത്തിയത് അല്ലെങ്കിൽ ഒരു റോഡ് ഷോ നടത്തിയത്. ഇതിൽ നിന്ന് തന്നെ ഇവരുടെ എത്തരത്തിലാണ് ഇവർക്കുള്ള മതേതരത്വ മൂല്യം എന്നുള്ളത് മനസ്സിലാക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജനങ്ങളടക്കം പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയും ചെയ്തു. അതായത് ശരിക്കും പറഞ്ഞാൽ 2 തട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അതായത് ലീഗിന്റെ കൊടി ഇവിടെ ഉയർത്തിയില്ലെങ്കിൽ ലീഗിന് അത് ചോദ്യം വരും, ലീഗുകാരുടെ അടുത്ത് നിന്നും അതൊരു ചോദ്യം വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ ലീഗിന്റെ അടക്കം കൊടി ഇവിടെ ഉപേക്ഷിച്ചു. പിന്നീട് ആ ഒരു ലീഗിന് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ തങ്ങളുടെ കൊടി തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസം തന്നെ K. സുരേന്ദ്രൻ അടക്കം അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അടക്കം പ്രതികരിച്ചതുപോലെ തന്നെ സ്വന്തം കൊടി വരെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് വന്നിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. NDA ക്യാമ്പ് വീണ്ടും ഇന്ന് രാവിലെ മുതൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് അല്പസമയത്തിനകം തന്നെ ഏകദേശം 8:30 സ്മൃതി ഇറാനി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് SKMJ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗം എത്തുന്ന സ്മൃതി ഇറാനി SKMJ ഗ്രൗണ്ടിൽ ഇറങ്ങുകയും പിന്നീട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ചെല്ലുകയും ചെയ്തു. ആ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിന്നീട് റോഡ് ഷോ ആരംഭിക്കുക. ആ റോഡ് ഷോ ഈ ഒരു പഴയ ബസ് സ്റ്റാൻഡ് വഴി അല്ലെങ്കിൽ ജൈത്ര തിയേറ്റർ വഴി കടന്ന് പിന്നീട് കളക്ട്രേറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏകദേശം ഒരു 5000-ലധികം പ്രവർത്തകരെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. രജനി, എന്തായാലും NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആവേശം പകരുന്നതിനായിട്ട് കേന്ദ്രമന്ത്രി അമേഠി MPയുമായ സ്മൃതി ഇറാനിയും എത്തുന്നുണ്ട്. രാവിലെ 9 മണിക്ക് കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തിയാണ് സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം രാവിലെ 8:30 SKMJ സ്കൂൾ ഗ്രൗണ്ടിലെത്തുന്ന സ്മൃതി ഇറാനി ഉച്ചയോടെ കാസർഗോഡേക്ക് തിരിക്കും. എന്തായാലും വലിയൊരു ആവേശക്കടൽ തീർക്കുവാൻ വേണ്ടി തന്നെയാണ് സ്മൃതി ഇറാനിയും എത്തുന്നത്. ആ ഒരു ആവേശം ഇന്ന് രാവിലെ മുതൽ തന്നെ വയനാട്ടിൽ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ
സന്ദീപ് വാര്യർ അടക്കം അവിടെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭീകരവാദ സംഘടനകളുമായിട്ട് കൂട്ടുപിടിച്ചേ മതിയാവുള്ളൂ, മത തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുപിടിച്ചേ മതിയാവുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതും ഇന്നലെ നമ്മൾ കണ്ടതും. റോഡ് ഷോ നടത്തുന്ന സമയത്ത് പോലും സ്വന്തം കൊടി പോലും ഉപേക്ഷിച്ചിട്ടാണ് വയനാട്ടിൽ രാഹുൽ റോഡ് ഷോ നടത്തിയത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് പോലെ തന്നെ ഭീരുവായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഭീരുവായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. ജോസ് തോമസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം ജനങ്ങൾക്ക് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഓരോ ഭീകരൻ്റെ വോട്ടും നേടി എന്തിനാണ് ഇങ്ങനെ രാജ്യത്തെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് എന്നാണ് മറ്റൊരു ആൾ കൂടെ, സന്ദീപ് കൂടെ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ പറയുന്നത് പോലെ തന്നെയാണ് ഈ ഭീരുക്കളുടെ വോട്ട് തേടിയിട്ട് വേണമോ കോൺഗ്രസ്സിന് ജയിക്കുവാൻ. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന BJPക്ക് മുന്നിൽ കോൺഗ്രസ് അടിപതറുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്ന് തത്സമയം നൽകുകയായിരുന്നു PS അർജുൻ.